ടീം ആറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 11 കെമിസ്ട്രി പോർഷനകത്ത് ചാപ്റ്റർ 2 സ്ട്രക്ചർ ഓഫ് ആറ്റം. അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിനകത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുഴുവൻ ചാപ്റ്ററും ഇതിനകത്തുള്ള ചാപ്റ്റർ ഡിസ്കഷൻ ഒന്നുമല്ല, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഓരോ ടോപ്പിക്കിൽ എന്ത് ചോദിക്കുമായിരിക്കും, അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഇതേപോലെ തന്നെ ആ ക്ലാസ് 11 മുഴുവൻ കംപ്ലീറ്റ് കെമിസ്ട്രി സിലബസ് എടുത്തിട്ട് അതിനകത്ത് 10 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്മൾ പിക്ക് ചെയ്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കാം. സോ നമ്മൾ ഈ ബേസിക്കലി സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുമ്പോൾ അതിനകത്തുള്ള ഒന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് റൂദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. റൂദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നെങ്കിൽ റൂദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റിന് കണ്ട ഒബ്സർവേഷൻസ്, ഫോർ എക്സാമ്പിൾ കുറെ പാർട്ടിക്കിളുകൾ ലൈക്ക് എന്താ പറയുക, പാസ് ത്രൂ ഇറ്റ് വിത്തൗട്ട് അണ്ടർഗോ എനി ഡീവിയേഷൻ, പിന്നെന്താണ് വളരെ കുറച്ച് മാത്രം ബൗൺസ് ബാക്ക് ചെയ്തു, വളരെ കുറച്ച് ചെറിയ ആംഗിൾ സ്കാറ്റർ ചെയ്തു, ഇങ്ങനെയുള്ള ഒബ്സർവേഷൻസ് തരാം. ആ ഒബ്സർവേഷൻ കറക്റ്റ് ആയിട്ട് തരാം അല്ലെങ്കിൽ തെറ്റായിട്ട് തരാം. എന്നിട്ട് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ റൂദർഫോർഡിന്റെ ഈ ഒബ്സർവേഷനിൽ നിന്ന് എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് വരുത്തിയത്, റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എന്തായിരുന്നു, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട മോഡലിനകത്ത് എന്തൊക്കെയാണ് അതിന്റെ ഒബ്സർവേഷൻസ്, ഒബ്സർവേഷൻ മൂലമുള്ള കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്, കൺക്ലൂഷൻ മൂലം പ്രപ്പോസ് ചെയ്ത ആറ്റോമിക് മോഡൽ എങ്ങനെയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി എന്താ പറയുക, നേരെ മറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, അല്ലെങ്കിൽ കൺക്ലൂഷൻ ശരിയാണോ, അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. പിന്നീട് രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പാർട്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ വേവ് ലെന്ത് അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ ഫ്രീക്വൻസി, നിങ്ങൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചു വെക്കാം. അതായത് ഫ്രീക്വൻസി വാല്യൂയോ അല്ലെങ്കിൽ വേവ് ലെന്ത് വാല്യൂ ഒന്നും പഠിച്ചു വെക്കണമെന്നില്ല, പക്ഷെ ആ ഒരു ഓർഡർ പഠിച്ചു വെക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ റേഡിയോ വേവ്, മൈക്രോവേവ്, IR വേവ്, വിസിബിൾ വേവ്, UV വേവ്, എക്സ്റേ, ഗാമ റേ, ആ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇവിടെ നിങ്ങൾ രണ്ട് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്ന് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. അതായത് V ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. അതുപോലെ തന്നെ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു വേവ് നമ്പർ ഈക്വൽ ടു 1/λ. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് പ്രധാനമായിട്ടും നിങ്ങൾ ഇവിടെ അറിയേണ്ടത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനകത്ത് ഒരു ചോദ്യം എന്ന് പറയുന്നത് വരാവുന്നത് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുമായിട്ട് കണക്ട് ചെയ്ത കുറെ ഫാക്റ്റുകളുണ്ട്. ഒന്നാമത്തെ എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ത്, അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എന്ത്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കണക്റ്റഡ് ഫാക്ട് എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷനും അതുപോലെ നമ്പർ ഓഫ് ഫോട്ടോൺസും, നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസും, ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ, നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോണും തമ്മിലുള്ള ബന്ധം എന്ത്, അതേപോലെ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷനും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ബന്ധമെന്ന്. നമുക്കിപ്പോൾ ഒരു റേഡിയേഷൻ തരാം, ആ റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന വർക്ക് ഫംഗ്ഷനുള്ള മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യാൻ പറ്റുമോ, പറ്റില്ലയോ. ഇവിടെ നിങ്ങളൊരു ഫാക്ട് അറിഞ്ഞിരിക്കണം, 1 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ ടു 1.6 × 10⁻⁻⁹ ജൂൾസ്. ഇതൊക്കെയാണ് അവിടുന്ന് ചോദിക്കുക. വർക്ക് ഫംഗ്ഷൻ എന്ത്, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ത്, അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ, അതായത് φ ഈസ് ഈക്വൽ ടു φ0 പ്ലസ് ½ mv², അല്ലെങ്കിൽ hν ഈസ് ഈക്വൽ ടു hν0 പ്ലസ് ½ mv². അതായത് ന്യൂ എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസി, ന്യൂ0 എന്ന് പറയുന്ന ത്രെഷോൾഡ് ഫ്രീക്വൻസി, ½ mv² എന്ന് പറയുന്ന കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ. ഒന്നെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്തായിരിക്കും, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ, നമ്പർ ഓഫ് ഫോട്ടോൺ തമ്മിലുള്ള ബന്ധം, ഫ്രീക്വൻസി കൂടിയാൽ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കും, ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാവുന്നതാണ്. ഇനി വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജനകത്ത് നിങ്ങൾ ആ സീരീസുകൾ അറിഞ്ഞിരിക്കുക. അതായത് ലൈമൻ, ബാൾമർ, പാസ്കൽ, ബ്രാക്കറ്റ്,
പി ഫണ്ട്, അതായത് സീരീസുകൾ അറിയണം. ഓരോ സീരീസിന്റെയും N1 വാല്യൂ എന്താണെന്ന് അറിയുക. ഓരോ സീരീസിന്റെയും N1 വാല്യൂ എന്താണെന്ന് അറിയുക. പിന്നെ ഓരോ സീരീസുകളും ഏത് റീജിയണിലാണ് കാണപ്പെടുന്നത് അറിഞ്ഞിരിക്കാം. ഓരോ സീരീസുകൾ അറിയുക, ഓരോ സീരീസുകളും ഏത് റീജിയണിലാണ്. അപ്പൊ സീരീസ് ഏതാണ്, സീരീസിന്റെ N1 വാല്യൂ ഏതാണ്, ഓരോ സീരീസും ഏത് റീജിയനാണ് കാണാം. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. ഒന്ന് വേവ് നമ്പർ കണ്ടുപിടിക്കാൻ ന്യൂ ബാർ ഈക്വൽ ടു 109677 ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ 109677 ഇത് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞ വേവ് നമ്പർ സെന്റിമീറ്റർ ഇൻവേഴ്സിലായിരിക്കും. അപ്പൊ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ നിങ്ങൾ എന്താണ് എനർജി കണ്ടുപിടിക്കാനുള്ളതും, അതായത് ഒരു ട്രാൻസിഷന്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് എനർജി കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 2.18 into 10⁻⁻18 into 1/n1² മൈനസ് 1/n2². ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫൈൻ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം എക്സാമിന് പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഫാക്ടറാണ് ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മുമ്പോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ അറിയേണ്ട ഒരു ഇക്വേഷൻ, വളരെ സിമ്പിൾ പ്രോബ്ലമേ ചോദിക്കുള്ളൂ. ഡി ബ്രോഗ്ലി വേവില് ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, ടേമുകൾ അറിഞ്ഞിരിക്കുക. പിന്നെ അറിയേണ്ടത് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്മെന്റ് അറിയുക, ഇക്വേഷൻ മാത്രം. അതായത് ഡെൽറ്റ എക്സ് into delta p is greater than or equal to h/4π. ഓരോന്നും എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു. അൺസർട്ടൻ ഇൻ പൊസിഷൻ, അൺസർട്ടൻ ഇൻ മൊമെന്റം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയാണ് ഇവിടെ ബേസ് ചെയ്യുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പർ ആണ്. ഞാൻ എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്തെടുത്തും പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വാണ്ടം നമ്പർ ആണ്. നിങ്ങളോട് 4 ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, വേണമെങ്കിൽ നിങ്ങളോട് ഓരോ ക്വാണ്ടം നമ്പറിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓർബിറ്റൽ തന്നിട്ട് ആ ഓർബിറ്റലിന്റെ ക്വാണ്ടം നമ്പേഴ്സ് എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഓൾ ക്വാണ്ടം നമ്പേഴ്സ് എന്നിട്ട് ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്. ഫോർ എക്സാമ്പിൾ n ഈസ് ഈക്വൽ ടു 3, L ഈസ് ഈക്വൽ ടു 2, ML ഈക്വൽ ടു 3, MS ഈക്വൽ ടു പ്ലസ്. ഇത് ശരിയാണോ? അല്ല. കാരണം ML ന്റെ വാല്യൂ എന്ന് പറയുന്നത് -L to +L ആണ്. അപ്പൊ ML ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്നിന് ഈക്വൽ ആകാൻ പാടില്ല, എന്നിനേക്കാൾ താഴെയായിരിക്കും വരിക. പിന്നെ അപ്പൊ നമുക്ക് ഒരു ഓർബിറ്റൽ തന്നിട്ട് 3D ഓർബിറ്റൽ തന്നിട്ട് 3D ഓർബിറ്റലിലെ ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂസ് എഴുതുക. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുക, ഏത് ക്വാണ്ടം നമ്പറാണ് എനർജിയെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഏതോ ക്വാണ്ടം നമ്പറാണ് ഷേപ്പ് ഓഫ് ദി ഓർബിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ ക്വാണ്ടം നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് 4 ക്വാണ്ടം നമ്പർ ഏത്, ക്വാണ്ടം നമ്പേഴ്സ് ഫീച്ചേഴ്സ് ഏത്, ക്വാണ്ടം നമ്പർ ശരി എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു ഓർബിറ്റലിലെ ക്വാണ്ടം നമ്പർ എങ്ങനെ എഴുതാനായിട്ട് പറ്റും, ഈ വക കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഫാക്ടേഴ്സ് ആണ് ഒന്ന്, നമ്പർ ഓഫ് ആംഗുലർ നോഡ് എങ്ങനെ കണ്ടുപിടിക്കാം ഈക്വൽ ടു L, നമ്പർ ഓഫ് റേഡിയൽ നോഡ് എങ്ങനെ കണ്ടുപിടിക്കാം n-L-1, ദെൻ നമ്പർ ഓഫ് ടോട്ടൽ നോഡ് എന്ന് പറയുമ്പോൾ n-1. ഈ ഒരു കാര്യവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അസോസിയേറ്റഡ് ഫാക്ടറായിട്ട് ചോദിക്കാവുന്നതാണ്. ദെൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓർബിറ്റലുകളുടെ ഷേപ്പ്, അതായത് S ഓർബിറ്റല്, P ഓർബിറ്റല്, 5D ഓർബിറ്റലുകളുടെയും ഷേപ്പ് കൂടി പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ദെൻ അടുത്ത ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുന്ന 3 റൂളുകൾ. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, ഓഫ് പ്രിൻസിപ്പിൾ. ഇൻ കേസ് നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന റൂൾ വെച്ചുള്ള എക്സ്പ്ലനേഷൻ ഒന്നും പറ്റില്ലെങ്കിൽ റൂള് മാത്രമെങ്കിലും പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു അസോസിയേറ്റഡ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് D5, D10, P3, P6 എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളത്, ഹാഫ് ഫിൽഡ് P ഓർബിറ്റൽ, ഹാഫ് ഫിൽഡ് D ഓർബിറ്റൽ, ഫുൾ ഫിൽഡ് P ഓർബിറ്റൽ, കംപ്ലീറ്റ്ലി ഫിൽഡ് D ഓർബിറ്റൽ. ഈ കാര്യങ്ങൾ നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. തീരെപ്പാട്ടാണ്, കൂടെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് പറ്റും. ഈ ഭാഗങ്ങൾ ഉറപ്പായി പഠിച്ചിട്ട് പോയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.